അപ്പൊ ഞാൻ ഇന്നുള്ളത് എന്റെ വീട്ടിലാണ് കേട്ടോ. ഇത് എന്റെ മമ്മിയാണ്. മമ്മി നല്ലൊരു കുക്കാണ് കേട്ടോ. ചിരിക്കുകയും കളിക്കും. അപ്പൊ ഇന്ന് നമ്മൾ എന്താ എനിക്ക് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കി തരുന്നേ? ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാം. മമ്മി എല്ലിങ്കപ്പയും പുഴുങ്ങി തരാം. ഇന്ന് മമ്മിയുടെ സ്പെഷ്യൽ എല്ലിങ്കപ്പയാണ് കേട്ടോ. നമ്മൾ ക്രിസ്മസ് ഒക്കെ ആയി എല്ലിങ്കപ്പ ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? അപ്പൊ മമ്മി ഇന്ന് എല്ലിങ്കപ്പയുടെ റെസിപ്പി ഒക്കെ പറഞ്ഞു തരുമല്ലോ അമ്മ ഇന്ന്. മമ്മി നല്ല തനതായ, ഇവളെന്നെ സമ്മതിക്കുന്നില്ല പറയാൻ വേണ്ടി. അവള് അപ്പൊ നല്ല സൂപ്പർ എല്ലിങ്കപ്പയും ഉണ്ടാക്കുന്നത് കണ്ട് കഴിച്ചിട്ട് തിരിച്ചു തരാം. കപ്പ ബിരിയാണിക്ക് 1 കിലോ എല്ലാണ് കേട്ടോ. അത് നന്നായി കഴുകി ഒരു 3 പ്രാവശ്യമെങ്കിലും നന്നായി കഴുകി എടുത്ത് വാരി വെക്കണം കേട്ടോ. അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണം. പിന്നെ കറിവേപ്പിലയും കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും മീറ്റ് മസാലയും കൂടി ഇട്ട് ഇച്ചിരി മഞ്ഞളും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ കുഴച്ച് അതിൽ മൊത്തം പിടിപ്പിക്കണം. നന്നായിട്ട് കുഴയ്ക്കണം കേട്ടോ. ഇതേപോലെ നന്നായിട്ട് ആ ഭക്ഷണത്തിലൊക്കെ പിടിക്കണം. ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് എല്ല് വേവിക്കാം. എല്ല് നന്നായിട്ട് വേവണം കേട്ടോ, നല്ല വേവുണ്ടാവും. ഇനി നമുക്ക് കപ്പ പൊളിക്കാം. പണ്ട് നമ്മൾ ക്രിസ്മസിന് എല്ലിങ്കപ്പയും പുഴുങ്ങുന്ന ഓർമ്മയുണ്ടോ അതിനൊക്കെ? എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല. പണ്ട് ഇതുകൊണ്ട് ക്രിസ്മസ് ആവാൻ കപ്പയെല്ലാം പറിച്ചുകൊണ്ടുവന്ന് എല്ലാം നല്ലോണം മേടിക്കും. ഇതെല്ലാം നല്ലോണം ചാച്ചം മേടിച്ചു വന്നിട്ട് കപ്പയെല്ലാം പറിച്ച് ഒരു വലിയ പാത്രം നിറയെ എല്ലിങ്കപ്പയും പുഴുങ്ങുന്നത്. ക്രിസ്മസിന്റെ ആഘോഷം എല്ലിങ്കപ്പയല്ലേ? എങ്ങനെയാ എല്ലിന് ഇറച്ചിയും ഇതൊക്കെ? അന്ന് നല്ലോണം എല്ലും ഇറച്ചിയൊക്കെ കിട്ടും. ഇപ്പൊ നമ്മൾ മേടിക്കാൻ ഇറച്ചിയൊന്നും അധികം കിട്ടുന്നില്ലല്ലോ. ഇതുപോലെ അരിയണ്ട, ഇതുപോലെ മുറിച്ചെടുത്ത കപ്പ നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി അടുപ്പത്ത് വെക്കാം. അത് നന്നായിട്ട് വേവട്ടെ. എന്നിട്ട് വേണം നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് വറുത്തരയ്ക്കണം കേട്ടോ. അതിന് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് തേങ്ങയിട്ട് അതിനകത്തേക്ക് വറ്റൽ മുളകും മല്ലിയും കൂടി ഇട്ട് നന്നായിട്ട് ചുമക്കുന്നോടം വരെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി അതിനകത്തേക്ക് കറിവേപ്പിലയും കറുകപ്പട്ട ഗ്രാമ്പു ഇതൊക്കെ കൂടിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ കല്ലിൽ വെച്ചാണ് കേട്ടോ ഇവിടെ അരയ്ക്കണത്. എത്ര തിരക്കായാലും മമ്മി കല്ലേ വെച്ച് മാത്രമേ അരക്കാറുള്ളൂ കേട്ടോ. ഇതിനാ ടേസ്റ്റ് കൂടുതൽ. അപ്പൊ നമ്മൾ തരി പോലെ അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കരുത്. പൊടികളൊക്കെ ആകുമ്പോഴേ നമുക്ക് ഇത്ര ഒരു ടേസ്റ്റ്. അപ്പൊ നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ അതിനൊരു നല്ല മണം, ഒരു രുചിയൊക്കെ വരുന്നില്ലേ? ഒരു ടേസ്റ്റ്. അത് ആയമ്മേ ആയി വരുന്നത് നല്ല അരഞ്ഞു വരണം. മമ്മി എന്താ കല്ലിൽ തന്നെ അരക്കുന്നത്, മിക്സിയിൽ അരക്കാത്ത? കല്ലിൽ അരക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലേ? മമ്മി എത്ര അധ്വാനിച്ചാലും കല്ലിൽ മാത്രമേ അരക്കൂ. കുറെ ആള് വന്നാലും മമ്മി എന്ത് ചെയ്യും? പണ്ടൊക്കെ നമ്മൾ എത്ര ആളുണ്ടെങ്കിലും കല്ലിലെല്ലാം അരച്ചോണ്ടിരുന്നു. ഇപ്പോഴല്ലേ മിക്സി അതും ഇതൊക്കെ വന്നത്. എനിക്ക് എപ്പോഴും കല്ലിലും അടുപ്പിലും ഒക്കെ വെക്കുന്ന ഇഷ്ടം. ഞാനൊന്ന് അരച്ചു നോക്കട്ടെ കേട്ടോ. എനിക്ക് അറിയാം അരക്കാൻ. അമ്മ ഈ നല്ലോണം അരയണം അമ്മ. ഇനി ആദ്യത്തെ ലെയർ കപ്പയിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ആ വേവിച്ച എല്ലും ആ എല്ലിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളവും കൂടി നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു വെക്കാം. ഇനി അതിൻ്റെ മേളത്തെ ലെയറിൽ വീണ്ടും ബാക്കി വന്ന കപ്പയും കൂടി ഇട്ടിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ഇട്ട് ഒരു ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് ആവി കയറ്റാൻ വേണ്ടി വെക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി വിതറി ആവി കയറ്റാൻ വേണ്ടി വെക്കണം. ഇത്രയും കൂടി കഴിഞ്ഞ് ആവി കയറിക്കഴിഞ്ഞാൽ അടിപൊളി കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓ ആവി പറക്കുന്ന നല്ല എല്ലിങ്കപ്പേ. നല്ല മണം. ഗാർഗോ നിനക്ക് കൊതി വരുന്നുണ്ടോടി? ഫുള്ള് കൊതിയാണ്. നീ നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ. അതെ, നല്ല മണം വന്നിട്ട് കൊതി വരുന്നു. മമ്മി നന്നായിട്ട് ഇളക്ക്. ഇനി നമുക്ക് ഇളക്കിയിട്ട് കഴിക്കാം കേട്ടോ. ഒരുത്തി കൊതി വന്നിട്ട് ഒരുത്തി നടക്കുന്നു നോക്കി. വേറെപ്പാ നിനക്ക് കൊതി വരുന്നുണ്ടോ?
നല്ല മണം. ദാ മമ്മി വീണ്ടും തരിക. നമ്മൾ എത്ര ദൂരത്ത് പോയാലും നമ്മുടെ അമ്മമാര് വിളമ്പി തരുമ്പോൾ നമുക്ക് ഭയങ്കര തൃപ്തിയല്ലേ. ഞാൻ എവിടെ പോയാലും ഞാൻ ഓടി വരും കേട്ടോ. അതായത് അമ്മമാരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. ഞാൻ എത്ര ദൂരെ ആയാലും ഞാൻ ഏത് വിശേഷം വന്ന് ഓടി വരും. അതായത് ഈ കപ്പ ബിരിയാണി തിന്നാൻ വേണ്ടി. ടിനുവേ ഓടി വാ, കപ്പ ബിരിയാണി ആയി. ഫുൾ പണിയിലായിരുന്നു. എന്നാ കഴിച്ചു വെക്കാം. നല്ല അടിപൊളി. കഴിക്കട വെള്ളം വന്നിട്ട് പറ്റില്ല. നമുക്ക് തുടങ്ങാം കേട്ടോ. നല്ല കപ്പ ബിരിയാണി മമ്മി ഉണ്ടാക്കി നല്ല അരച്ച് സെറ്റ് ആക്കിയ സാധനം കേട്ടോ. കേട്ടോ, ഹാപ്പി ക്രിസ്മസ്. അതെ, ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും കേട്ടോ. നല്ല ചൂട് പൊങ്ങുന്ന ആ ഒരു കപ്പയും. നീ ഇങ്ങനെ കൊതിപ്പിക്കല്ലേടാ, ഞാൻ തിന്നാ. ഓക്കെ, ആദ്യം നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇങ്ങോട്ട് കുറച്ച് ക്യാമറ എടുത്തോട്ട് വരുവാണെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം. ചൂടാട്ടോ, നല്ല എല്ല്, ചൂട് പൊങ്ങുന്ന എല്ല് എടുത്തിട്ട് ചൂടായിട്ടാ ചൂട്. എല്ലെല്ലാം ഞങ്ങളെ ബീഫൊക്കെ ഇങ്ങനെ സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. ഇനി അതിന്റെ കൂടെ നമുക്ക് കുറച്ച് കപ്പയും കൂടെ എടുക്കുവാണെങ്കിൽ സൂപ്പറാണ്. ഞങ്ങള് കുറച്ച് കട്ടൻ ചായയും കൊണ്ട് അല്ലേ. അല്ലെ, ഇനി ഇതിന്റെ കൂടെ ഒരു സാധനം കൂടെ ഉണ്ട്. മമ്മിയുടെ അച്ചാർ എടുത്തിട്ടോ. ഈ കപ്പ ബിരിയാണി കഴിക്കാൻ അറിയുന്നവർക്കൊക്കെ അറിയാം ഇതിന്റെ ടേസ്റ്റ്. ഇനി ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേറൊരു സംഭവം കേട്ടോ. അത് മമ്മി ഒരു അച്ചാർ കൊണ്ടുവരുന്നുണ്ട്. അതായത് ബീട്രൂട്ടും പിന്നെ നമ്മുടെ എന്നാ പറയാ ഫ്രൂട്ട്സ്, അതായത് ഈന്തപ്പഴവും എല്ലാം കൂടെ ചേർത്ത് ഒരു അച്ചാറുണ്ട്. അതില് മൂക്കി തിന്നുണ്ടല്ലോ ടേസ്റ്റ്. അതെ, ഇതിനകത്തോട്ടേക്ക് ഈന്തപ്പഴ അച്ചാറാണേ. ഈന്തപ്പഴ അച്ചാറിലേക്ക് ഇത് മുക്കി ഒരു പിടി പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. സൂപ്പർ. ഞങ്ങള് കഴിക്കട്ടെ ഇനി. അപ്പം കഴിക്കുന്നവരൊക്കെ ഇതിന്റെ കൂടെ എല്ലും കപ്പയും കഴിക്കുന്നതിന്റെ കൂടെ, അതായത് കപ്പ ബിരിയാണി കഴിക്കുന്നതിന്റെ കൂടെ ഇതുപോലത്തെ അച്ചാറുകൾ കൂട്ടാം. പിന്നെ സലാഡൊക്കെ കൂട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടെ. പിന്നെ ഏറ്റവും നല്ല ബീഫിന്റെ ചാറിന്റെ പൊക്കത്തൊക്കെ ഒഴിച്ചിട്ട് കഴിച്ച വേറെ ലെവലാണ് കേട്ടോ. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണത് കപ്പ ബിരിയാണി. ക്രിസ്മസ് ആയി എല്ലാരും ഇതൊക്കെ പുഴുങ്ങുന്ന അറിയാം. ഞാൻ റെസിപ്പിയൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായാലും നമുക്ക് ഇത് നിർത്താം, നമുക്ക് കഴിക്കണ്ടേ. അപ്പൊ ശരി, ബൈ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.